ഒന്നുമില്ല ബ്ലൂ കളർ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ അടുത്ത സംഭവം എന്ന് വെച്ചാൽ എന്താ ക്യൂട്ടായിട്ടുള്ള കവായി മണി ബോക്സ് ആണ് കേട്ടോ. ഇതിൽ ഞാൻ മണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ ഞാൻ ഓരോ സംഭവങ്ങൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റിക്കേഴ്സ് വെച്ചിട്ട് തന്നെയുള്ള ഒരു കട്ടി ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ടി ബോർഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലൈ തരും നമുക്ക് ഇങ്ങനെ നിലത്ത് വെച്ചാൽ പ്ലൈ സ്ലൈഡ് അവിടെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ്. അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ടാപ്പ് ഒട്ടിക്കണം. ടാപ്പ് ഒട്ടിച്ചില്ലെങ്കിൽ അത് പേപ്പറിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് നമ്മൾ ടാപ്പ് ഒട്ടിക്കണം അതിൻ്റെ മേളിൽ. പിന്നെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വേറെ അച്ഛൻ ഒരു കവായ് സ്റ്റിക്കേഴ്സ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കവായ് സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുള്ള വേറൊരു കട്ടി ബോർഡാണിത്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല ക്യൂട്ട് കവായ് ആയിട്ടുള്ള കട്ടി ബോർഡാണ്. അപ്പോൾ ഇതാണ് കട്ടി ബോർഡ്. പിന്നെന്ന് വെച്ചാൽ ജേർണൽ ബുക്സ്, എൻ്റെ ബുക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഇത് ജേർണൽ ബുക്സ് ഉണ്ട്, സാധാ ബുക്കുകളും. അപ്പോൾ ഫസ്റ്റത്തെ ജേർണൽ ബുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ജേർണൽ ബുക്ക്. ഞാൻ കുഞ്ഞി മിനി ജേർണൽ ബുക്സ് ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മിനി നോട്ട് ബുക്സ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് മിനി നോട്ട് ബുക്സ് എന്ന് വെച്ചാൽ നല്ല ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് ഇവിടെ ജേർണൽ ബുക്സിന് ഇങ്ങനെയൊക്കെ വൈ സ്റ്റിക്കർ ഇതാ ഈ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് എന്നേടും ഈ ഒരു സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജേർണൽ ഇതാണ്. ഇവിടെയും ഒരു ലൈറ്റ് ബ്ലൂ കളർ പേപ്പർ ഒക്കെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എല്ലാതും ഇഷ്ടമായി. ഇതിൽ 2 സ്റ്റിക്കേഴ്സും ഒരു സ്റ്റിക്കേഴ്സും ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ വൈറ്റ് പേപ്പറാണ് ഒട്ടിച്ചേക്കുന്നത്. ആയിക്കോട്ടെ നേരെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ലാസ്റ്റത്തെ ജേർണൽ പേപ്പറാണിത്. ഇതാ ഇവിടെ ഒരു എന്തോ പേപ്പർ ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജേർണൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഇത്ര ജേർണൽസാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ജേർണൽ ബുക്ക് നമുക്ക് ഇവിടേക്ക് വെക്കാം. അടുത്ത ജേർണൽ ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അത്രക്ക് ജേർണലൊന്നും ചെയ്തിട്ടില്ല. ആകെ 2 പേപ്പറിൽ ചെയ്തിട്ടു. രണ്ടാമത്തെ പേപ്പർ ചെയ്തിട്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഫസ്റ്റ് ഞാൻ എന്തോ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചതാണിത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് സാഡ് ദിവസമാണോ അല്ലെങ്കിൽ നല്ല ഹാപ്പി ദിവസമാണോ അല്ലെങ്കിൽ ഒരു ചെറിയ ഹാപ്പി ദിവസമാണോ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 2 ദിവസം നല്ല ഹാപ്പി ആയിട്ട് ഇന്നും നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇതിനും ടിക്കിടണം. ഇന്നലെ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇതിനും ടിക്കണം. ഇതുവരെയായിട്ട് നമ്മൾ സാഡ് ദിവസം ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഞാൻ ഫുൾ ചെയ്തതൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ കളർ പേപ്പർ വെച്ചിട്ട് ആക്കിയിരിക്കണം. ഒരു 2 ഡബ്ബുള്ളൂ. പിന്നെ ഞാൻ ജേർണൽ ചെയ്തിട്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പേപ്പേഴ്സ് അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ജേർണൽ ബുക്ക് ഫിനിഷ്. അടുത്തെന്ന് പറയുന്നത് നമ്മളെ ഈ ബുക്കാണ്. അപ്പോൾ ഈ ബുക്കിലൊന്നും എഡിറ്റ് കേട്ടോ. ഇത് ഇങ്ങനെ നമ്മൾ മെമോ പാഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ക്യൂട്ട് ബുക്ക് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ മെമോ പാഡൊക്കെ വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ മരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നാളെ ആകുമ്പോൾ ഞാൻ ഇതിനേക്കാളും കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ച് പരിചയപ്പെടുത്തി തരാം കേട്ടോ.